പോക്സോ കേസുകൾക്ക് ഒരു വലിയ കുഴപ്പമുണ്ട്. അത് ആർക്കെതിരെ വേണമെങ്കിലും പറയാവുന്ന ഒരു കേസായി മാറിയെന്ന് പല പല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് അറിയാം, മലയാളികൾക്ക് കൃത്യമായി അറിയാം. കടക്കാവൂർ സംഭവമുണ്ട്, അതുപോലെ ഉമാദത്തൻ സാറിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു നെടുമങ്ങാട് കേസുണ്ട്, അതുപോലെ നിരവധി കേസുകളുണ്ട്. കള്ളക്കേസ് പറഞ്ഞ് എൻ്റെ പെൺകുട്ടിയെ ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അറസ്റ്റാണ്, അയാൾ കുറേ കാലമെങ്കിലും ജയിലിൽ കിടക്കും, അപമാനിതനാകും. പിന്നെ വിചാരണ വേളയിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ അയാൾ രക്ഷപ്പെടും. അതൊക്കെ കോടതിയിൽ അയാൾക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ്, പിന്നെ സത്യം പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മികവ് ഒക്കെ ഇതിന് കാരണമാകാം. ഞാൻ ഈ പോക്സോയെക്കുറിച്ച് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത് വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷൻ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 11 വയസ്സുകാരിയായ മകളെ അച്ഛൻ പീഡിപ്പിച്ചു എന്നാണ് കേസ്. അതിനുശേഷം വേറൊരു കേസ് നടന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ അമ്മയുടെ സഹോദരൻ പീഡിപ്പിച്ച കേസ്. അതിന് മുമ്പെയാണ് ഈ കേസ് വരുന്നത്. 11 വയസ്സുള്ള പെൺകുട്ടിയെ അച്ഛൻ പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഇവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്, അതായത് പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഈ പറയുന്ന അച്ഛനും അമ്മ 2 പെൺമക്കൾ അടങ്ങുന്നതാണ് ഈ കുടുംബം. ഈ കുടുംബത്തിൽ ഞാനിപ്പോൾ പോകുന്നുണ്ട്. ഈ വാർത്ത അവതരിപ്പിച്ച ശേഷം ഞാൻ അവിടെ നേരിട്ട് പോകുന്നുണ്ട്. നേരിട്ട് പോയി അവരുടെ അഭിമുഖമൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആ കേസുകൾ പരിശോധിച്ചതേ ഉള്ളൂ, അതിൽ നിന്നാണ് ഈ വാർത്ത പറയുന്നത്. അപ്പോൾ അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നു. പരാതി കൊടുക്കുന്നത് പെൺകുട്ടിയുടെ മുത്തശ്ശിയാണ്. മുത്തശ്ശി എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മയാണ് പരാതിക്കാരി. കാരണം കഴിഞ്ഞ 6 മാസം മുമ്പ് വീട്ടിൽ ഒരു സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം, ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തോ സൗന്ദര്യപ്പിണക്കം. ഇത് ഭാര്യയുടെ അമ്മയെ വിളിച്ച് പറയുന്നു. അമ്മ ഉടനെ ഈ വർക്കലയ്ക്ക് അടുത്ത് മടവൂരിനടുത്താണ് താമസം. അവിടെ നിന്ന് പെട്ടിയും പ്രമാണവുമായി ഇവിടെ വരുന്നു. എന്നിട്ട് ഈ 2 പെൺമക്കളെയും ഈ മകളെയും കൊണ്ട് ഇവർ ആ സ്ഥലത്തേക്ക് പോകുന്നു, അവരുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ഒട്ടും സുരക്ഷിതമല്ല എന്ന് ഈ യുവതിക്കറിയാം. അതായത് പെൺകുട്ടികളുടെ അമ്മയ്ക്ക് കൃത്യമായി അറിയാം അവിടം സുരക്ഷിതമല്ല, അമ്മയുടെ ക്യാരക്ടർ അത്ര വൃത്തിയും ചെവും നിരപ്പും ഉള്ളതല്ല, അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ വിളിച്ചു വരുത്തി. ഭർത്താവ് സാധുവായ മനുഷ്യൻ, ബന്ധുക്കൾ പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഇങ്ങനെ പിണങ്ങിപ്പോകുന്ന ഭാര്യയെ വിളിച്ചിട്ട് വരേണ്ട ആവശ്യമുണ്ടോ, നിനക്കെതിരെ അവർ നിരന്തരം പരാതി പറഞ്ഞ് നടക്കുകയല്ലേ, നീ സാവകാശപ്പെടുക, അവരങ്ങ് തനിയെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടും ഇല്ല, ഞാനും അവരും തമ്മിൽ പിണക്കമൊന്നുമില്ലല്ലോ, വഴക്കൊന്നുമില്ലല്ലോ, അന്നെന്തോ പറഞ്ഞു പോയി, എത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ പോയി ഭാര്യയെയും മക്കളെയും 2 പെൺകുട്ടികളെയും വിളിക്കാൻ പോയി. അപ്പോൾ ഉണ്ടടാ അവിടെ പ്രശ്നം, മൂത്ത മകളെ വിട്ടുകൊടുക്കില്ല എന്നായി. ഈ അമ്മൂമ്മത്തള്ള പറഞ്ഞു മൂത്ത പെൺകുട്ടിയെ വിട്ടുതരില്ല, ഒരിക്കലും വിട്ടുതരില്ല എന്നായി. മൂത്ത പെൺകുട്ടിക്ക് പ്രായം 11 വയസ്സ്, അമ്മയുടെ സ്വഭാവം ദുർനടപ്പ് എന്ന് സ്വന്തം മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു ഇല്ല, വിട്ടുതരില്ല, കശപിശയായി വഴക്കായി വലിയ വായിൽ നിലവിളിയും ബഹളവുമായി പോലീസിനെ വിളിച്ചു വരുത്തുമെന്നായപ്പോൾ പാവം ഈ സ്ത്രീയും പുരുഷനും കൂടി ഇളയ മകളെയും വിളിച്ച് ഈ വർക്കലയിലെ വീട്ടിലെത്തി. എന്നിട്ട് അവരിങ്ങനെ മൂത്ത മകളെ വേണം, അപ്പോൾ മൂത്ത മകൾ സുരക്ഷിതയല്ല. അവരിങ്ങനെ നാട്ടുകാർ പലരും വിളിച്ചു പറയുന്നു ഈ മകളെയും കൊണ്ട് അമ്മ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്, അമ്മയെ തേടി പലപ്പോഴും പോലീസ് വരുന്നുണ്ട്, ഈ കുട്ടി സുരക്ഷിതയല്ല. അതുമാത്രമല്ല കുട്ടി ഇപ്പോൾ തനിച്ചാണ് വീട്ടിലുമാണ്, ഏതെങ്കിലുമൊക്കെ ബന്ധു വീട്ടിലാണ് നിൽക്കുന്നത്. ഈ അമ്മുമ്മ അവിടെ ഇല്ല, ആശുപത്രിയിലാണ്, 3 മാസത്തോളമായി വീട്ടിൽ പെൺകുട്ടി തനിച്ചാണ്, മറ്റ് പല വീടുകളിലുമാണ് പെൺകുട്ടി കിടന്നുറങ്ങുന്നത്, ആപത്താണ്, 11 വയസ്സാണ്, നിങ്ങൾ മകളെ വിളിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ഈ അച്ഛനും അമ്മയും ഈ അച്ഛൻ്റെ സഹോദരി ഇളയ കുട്ടിയൊക്കെ ആയിട്ട് ആ വീട്ടിൽ പോവുകയാണ് മൂത്ത മകളെ വിളിക്കാൻ. മൂത്ത മകളെ അവർ വിട്ടുകൊടുക്കില്ല, അവർ പറയുന്നു പറ്റില്ല. ഇതിനിടയിൽ പെൺകുട്ടിയെ ഈ അമ്മ വിളിച്ചു കൊണ്ടുവരാൻ ബലം പ്രയോഗിക്കുന്നു. ഇതിനിടയിൽ അമ്മയുടെ സഹോദരൻ പെൺകുട്ടിയെ ബലമായി പിടിച്ച് ആ വീട്ടിനകത്ത് പൂട്ടിയിടുന്നു. വീട്ടിനകത്ത് സമീപത്ത് വേറൊരു വീട്ടിലെ കട്ടിലിനടിയിൽ കൊണ്ട് ഒളിച്ചു വയ്ക്കുന്നു. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് ഇവർ വളരെ സങ്കടത്തോടു കൂടി തിരിച്ചു വന്നു. പിറ്റേ ദിവസം കേസ് എന്താണ്? പെൺകുട്ടിയെ അച്ഛൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പരാതി. അയിരൂർ സ്റ്റേഷനിലാണ് കേസ് വന്നത് ആദ്യം. അപ്പോൾ പോലീസുകാർക്ക് ഇയാളെ അറിയാം, ഈ കുടുംബത്തെ അറിയാം, ഇയാൾ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല, ഇത് കള്ളക്കേസാണെന്നറിയാം. ഒന്ന് തണുപ്പിച്ചു പോലീസ്. ഉടനെ ആ സ്ത്രീ കൊണ്ട് DYSP ഓഫീസിൽ പരാതി കൊടുത്തു. DYSPയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നാൽ, സമ്മർദ്ദം വന്നാൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. പാവം ഈ തട്ടിൻ്റെ പണിക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാരനാണ്. പണിക്കൊക്കെ പോയി തളർന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് കിടന്ന് ഉറങ്ങുന്ന സമയം പോലീസ് എത്തുന്നു, ഇയാളെ പിടിച്ചുകൊണ്ടുപോയി എന്തായി പോക്സോ ചുമത്തി. ഇപ്പോൾ ആറ്റിങ്ങൽ സബ് ജയിലിൽ ആളുണ്ട്. ഈ ഭാര്യയും ഇളയ മകളും ഇപ്പോൾ താമസിക്കുന്നത് ഈ ഭർത്താവിൻ്റെ വീട്ടിലാണ്.
ഭർത്താവ് ഇങ്ങനൊരു ക്രൂരത ഒരിക്കലും ചെയ്യില്ല പെൺകുട്ടിയെ. അതുമാത്രമല്ല 6 മാസമായി പെൺകുട്ടി ഞങ്ങളുടെ കൂടെ അല്ല, അമ്മുമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. പെൺകുട്ടിയെ വിട്ടുതരുന്നില്ല. വിട്ടുതരാൻ വേണ്ടി ഞങ്ങൾ പലയിടവും കയറി ഇറങ്ങി. ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല, ഞങ്ങളെ കേൾക്കുന്നില്ല. അവർക്ക് പിടിപാടുണ്ട്, അവർക്ക് ഇല്ലീഗൽ കണക്ഷൻസ് ഉണ്ട്. ആ ഇല്ലീഗൽ കണക്ഷനിലുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടിയെയും അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഈ സ്ത്രീ ശ്രമിക്കുന്നുണ്ട്. ഈ കുട്ടിയെ വിട്ടുതരണമെന്ന് പല ആളുകളോടും പല ഏജൻസികളോടും ഒക്കെ പറഞ്ഞിട്ടും ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഇവർ വർക്കല DYSPക്ക് പരാതി കൊടുത്തു. അതുപോലെ അയിരൂർ സ്റ്റേഷനിൽ കൊണ്ട് കരഞ്ഞ് കാര്യം പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി സംഗതി ഇത് കുഴപ്പമാണ്. പോലീസുകാർ ഇടപെട്ടിട്ട് ആ പെൺകുട്ടിയെ അമ്മുമ്മയുടെ കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ച് കൊല്ലത്തെ CWCയിൽ ഏൽപ്പിച്ചു. അവർ ശക്തികുളങ്ങരയുള്ള ഒരു ഷെൽട്ടറിൽ പെൺകുട്ടിയെ പാർപ്പിച്ചിട്ടുണ്ട്. അവിടെയും പ്രശ്നമാണ്. ഈ അമ്മുമ്മയ്ക്ക് മകളെ കാണാം, കൊച്ചുമകളെ കാണാൻ പോകാം, സ്വന്തം അമ്മയ്ക്ക് മകളെ കാണാൻ കഴിയുന്നില്ല. ഏകദേശം 8 മാസമായി സ്വന്തം അമ്മ ഈ പെൺകുട്ടിയെ കണ്ടിട്ട്. ഭർത്താവ് സബ് ജയിലിൽ, ഒരു കുറ്റവും ചെയ്യാതെ. അയാളെ പോയി കാണുമ്പോൾ അയാൾ നിലവിളിക്കുകയാണ്, ഏത് മെഡിക്കൽ പരിശോധനയ്ക്കും ഞാൻ തയ്യാറാണ്, എൻ്റെ മകളെ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല എന്നാണ് അയാൾ പറയുന്നത്, ആ ചെറുപ്പക്കാരൻ പറയുന്നത്. എന്നെ തൂക്കിക്കൊന്നോളൂ, ഞാനാണ് ആ പ്രതിയെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോളൂ. പക്ഷേ എൻ്റെ മകളെ ഇങ്ങനെ ആരെങ്കിലും നശിപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയും ബന്ധുക്കളൊക്കെ ചേർന്ന് അമ്മ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. 6 പേരെ സംശയമുണ്ടെന്ന് പറഞ്ഞൊരു പരാതിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷനുള്ള കേസാണ്. പക്ഷേ ഈ അച്ഛനാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്, സബ് ജയിലിൽ കിടക്കുന്നത്, അതായത് ആറ്റിങ്ങൽ ജയിലിലുള്ളത്. അപ്പോൾ അച്ഛനെ മോചിപ്പിക്കണം. അച്ഛനല്ല കുറ്റവാളി എന്ന് തെളിയിക്കണം. അതാണ് ഈ യുവതിയുടെ ആഗ്രഹം. അവർ വളരെ സാധുക്കളാണ്. അവരെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോട്ടെ, അവരെ കാണിക്കാൻ പറ്റില്ല. അവരുടെ അഭിമുഖ സംഭാഷണം ഞാൻ തയ്യാറാക്കും. നിങ്ങൾക്ക് ആ പരിസരമൊക്കെ കാണാൻ പറ്റും. എനിക്ക് സ്ഥലവും വീടും പേരും അഡ്രസ്സും ഒന്നും പറയാൻ കഴിയുകയില്ല. ഇങ്ങനെ വർക്കല പോലീസ് ഈ സ്ഥലം എന്നൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് ചൂണ്ടിക്കാണിക്കാനേ പറ്റുകയുള്ളൂ. കേസ് പോക്സോയാണ്. ഏതായാലും ഇവർക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മനുഷ്യാവകാശ കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് പരാതികൾ പോയിട്ടുള്ളത്. ഇവർക്ക് നേരിട്ട് പോകാനുള്ള അത്രയും ആർജവും അങ്ങനെയുള്ള കഴിവൊന്നും ഉള്ള ആളുകളല്ല. അപ്പോൾ അവർക്ക് പ്രാദേശികമായ രാഷ്ട്രീയക്കാരുടെ പിന്തുണയൊക്കെ ഉണ്ടായാൽ മാത്രമേ ഇവർക്കിനി ഈ കേസിൽ നിന്ന് ഭർത്താവിനെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം, മകളെ തിരിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവരണം. എന്താണ് സംഭവിച്ചത്, വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയണം. ഈ കേസിൻ്റെ സത്യം എന്താണെന്നറിയാൻ ആ വീട്ടുകാർ കാത്തിരിക്കുന്നു. വിസ്മയ ന്യൂസ് അങ്ങോട്ടേക്ക് പോവുകയാണ്.